ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. അപ്പോൾ ആമി സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാൽക്കണിയിൽ ഒന്ന് ചെടികളെയൊക്കെ ഒന്ന് നോക്കാനും ടെറസിലൊക്കെ ഒന്ന് പോകാനും ഒക്കെയാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ക്ലൈമറ്റാണ് കേട്ടോ. നന്നായിട്ട് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾക്കൊക്കെ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഴ ടൈമിൽ ഞാനങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. അങ്ങനെ കുറച്ച് നേരം ചെടികളെയൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാൻ താഴേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്കില്ലേ, അത് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റാർ പോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് അത് ഒട്ടിച്ചെടുക്കാനായിട്ട് നോക്കിയത്. അപ്പോൾ അത് സൈസ് കുറച്ച് വ്യത്യാസമുള്ള കാരണം കൊണ്ട് ഒട്ടുന്നുണ്ടായില്ല. മറ്റേ ഗ്ലൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ച് വരുന്നുണ്ട്. പിന്നീട് ഞാൻ കമ്പിളിയുടെ നൂലില്ലേ, അത് യൂസ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതുപോലെ 2-3 ഫ്ലവറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത്. ശരിക്കും എന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സൂര്യയാണ് കേട്ടോ. അപ്പോൾ അവളാണ് എന്നോട് എപ്പോഴും പറയുന്നത് ഇതൊക്കെ ചെയ്യണം, കുറേ നമുക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അവൾ നന്നായിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ അവൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാനിതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ടി വിയിൽ യോധ സിനിമയുണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെയാണ് കാണുന്നത്. ഞാൻ എപ്പോഴും എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത് ടി വിയിൽ ഏതെങ്കിലുമൊക്കെ പഴയ മൂവീസ് വെച്ചേക്കും. എനിക്ക് കൂടുതലും പഴയ സിനിമകൾ കാണാനാണ് കേട്ടോ ഇഷ്ടം. നമ്മുടെ കുറേ നൊസ്റ്റാൾജിക് ഫിലിംസ് ഉണ്ടല്ലോ, അതൊക്കെ. അങ്ങനെ യോധ സിനിമ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാറൊക്കെ എടുത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും കൊണ്ടൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വായിക്കുന്ന ഒരാളെ അല്ല, എനിക്ക് ഭയങ്കര മടിയാണ് വായിക്കാനായിട്ട്. എനിക്ക് അങ്ങനെ റീഡിങ് ഹാബിറ്റ്സ് ഒന്നുമില്ല. എൻ്റെ ലൈഫിൽ തന്നെ എന്നെ അതുപോലെ വായിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള 2 വ്യക്തികളാണ്. ഒന്ന് എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ ഫ്രണ്ട് സൂര്യയും. ഇവർ 2 പേരുമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് വായിക്കണം എന്നുള്ളൊരു കാര്യം, വായനാശീലം വളർത്തിയെടുക്കണം. അപ്പോൾ അവളും നന്നായിട്ട് ബുക്സൊക്കെ വായിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾ എനിക്ക് ഈ ഒരു ബുക്ക് എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും തുടക്കക്കാരിയാണ്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ വായിച്ച് തീർക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് എപ്പോഴാണ് ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ വായിക്കാം എന്നുള്ള രീതിയിലാണ് മേടിച്ചത് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു നോവലാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ 22-ാം പതിപ്പോ മറ്റാണ് വാങ്ങിയത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണെന്നാണ് അവൾ പറഞ്ഞത്. അവൾ ഈ ബുക്കൊക്കെ ഇതിൻ്റെ എഡിഷനൊക്കെ വായിച്ച് തീർന്നതാണ്. അങ്ങനെ ഞാനത് ഓർഡർ ചെയ്തു, അത് വന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അപ്പോൾ നിങ്ങൾക്കൊരു അറിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. ഞാനിപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു ബുക്കൊന്നും വായിച്ച് തുടങ്ങിയിട്ടില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഈ ഷെൽഫിനടിയിൽ ഇഷ്ടംപോലെ പാറ്റയുടെ ശല്യം ഉണ്ടെന്ന്. അതിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാത്രങ്ങൾ കഴുകിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വെക്കുമ്പോഴത്തേനും ഇല്ലേ, ഇതിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം കാണുമല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ പാറ്റകൾ കൂടുതലായിട്ട് വരും എന്നാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ പാത്രങ്ങളിലെ ഈർപ്പമൊക്കെ പോകാനായിട്ട് ഞാൻ ഫ്രണ്ട് പോർഷനിൽ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന എല്ലാ പാത്രങ്ങളും എടുത്തൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ മന്ത്ലി ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനുള്ളിൽ തന്നെ പാറ്റ ഇങ്ങനെ മുട്ടയിട്ട് വെച്ചേക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈയോടെ തന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു എടുത്തിട്ടുള്ളൊരു ചട്ടിക്കകത്താണെങ്കിൽ ഒരു ചിലന്തി ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയതാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലുള്ള ഷെൽഫും പിന്നെ കിച്ചണിലെ നമുക്കൊരു മെയിൻ ഷെൽഫ് ഉണ്ടല്ലോ, അതുമാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളിലുള്ള ആ ഒരു ഷെൽഫിൻ്റെ അടിയിലുള്ള പാത്രങ്ങളെല്ലാം എടുത്ത്
പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നിൽക്കുന്ന പാത്രങ്ങൾ മാക്സിമം വെച്ചു, ബാലൻസ് ഉള്ളത് പിന്നീട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ പാത്രങ്ങൾ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ട് നമുക്ക് ഷെൽഫിലേക്ക് വീണ്ടും വെക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അടുത്ത് ഈ ഒരു മെയിൻ ഷെൽഫും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിലും പാറ്റകളുടെ ശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ചെന്നൈയിലാണെങ്കിൽ കുഞ്ഞു പാറ്റകളാണുള്ളത്, നാട്ടിലത്തെ പോലെ വലിയ പാറ്റകളില്ല. ഇവിടെ ചെറിയ പാറ്റയുടെ കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ അത് കൈയോടെ തന്നെ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഈസി ആയിരിക്കും. ഞാനിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാത്തിലും കുറച്ച് കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിനാഗിരി യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് പാറ്റയുടെ ശല്യം കാണില്ല. അപ്പോൾ ഈ ഒരു ഷെൽഫൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം നേരിടുന്നത്. ഞാൻ ഓപ്പൺ ഷെൽഫായിരുന്നപ്പോൾ പാറ്റയുടെ പല്ലിയുടെ ഒന്നും വലിയ ശല്യം ഇല്ലായിരുന്നു കേട്ടോ. പാറ്റയുടെ ശല്യമേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പലരും പറയുന്ന കാര്യമാണല്ലേ, നമുക്കൊന്നിനും സമയം തികയുന്നില്ല, നമുക്കൊന്നിനും പറ്റുന്നില്ല, എല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം ഒരുപാട് വീട്ടമ്മമാർ എന്നോട് നേരിട്ടും അല്ലാതെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മളത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്കതിന് വേണ്ടുന്നത് ആദ്യം ഒരു അടുക്കും ചിട്ടയെന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരും കേട്ടോ. മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പലരും രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 6 മണിക്കാണ് എഴുന്നേറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് 5:30 എഴുന്നേൽക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നെക്കൊണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല. 5:45 ഒക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേൽക്കാനായിട്ട് പറ്റും. അപ്പോൾ പയ്യെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, എനിക്ക് ഇത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളൊരു ടാർഗറ്റ് എനിക്കുണ്ട്. അത് ഞാൻ എപ്പോഴാണോ അത് സാധിച്ചെടുക്കുന്നത് ആ സമയത്ത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം എന്തായാലും 6 മണി തന്നെയാണ് എൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുമ്പോഴും എനിക്ക് രാവിലെ ആമിക്ക് സ്കൂളിൽ 8:30 അവളെ വിടണം. അപ്പോൾ അതിനുള്ളിൽ എൻ്റെ കുക്കിങ്ങും പരിപാടികളെല്ലാം കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മേലെ പോകുന്നു, ചെടികളെ നോക്കുന്നു, പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും. ഇതെൻ്റെ ഒരു ഡെയിലി റുട്ടീനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു പോകുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കൃത്യനിഷ്ഠതയും ഒരു അടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിൽ വരും. പിന്നെയെന്ന് പറയുന്നത് സമയം തികയുന്നില്ല എന്നുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കുക. എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾക്ക് മനസ്സിൽ പ്ലാൻ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ശരിക്കും എനിക്ക് ഈ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഫ്രീ ആണ് കേട്ടോ. പിന്നീട് എനിക്ക് വലുതായിട്ട് ചെയ്യാനുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും കാണത്തില്ല, ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും പിന്നെ ബാക്കിയുള്ള എൻ്റെ ഇതുപോലുള്ള ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് ബാലൻസ് ഒരുപാട് സമയം കിട്ടാറുണ്ട്. ഡെയിലി ഞാൻ മാക്സിമം ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അല്ലാതെ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും വന്ന് ക്ലീൻ ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേശ്ശെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു ചിന്ത ആദ്യം മാറ്റുക. നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ഏത് കാര്യത്തിനെ ഇറങ്ങിത്തിരിക്കുക. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അവരെ പോലെ ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കഴിവ് എനിക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് കുറേ ക്ലീനിങ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. ഇല്ലെങ്കിൽ മറ്റൊരാളിന് അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി ഒരുപാട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ലല്ലേ. ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യമല്ല, എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഉള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പറ്റില്ല എന്നുള്ളൊരു ചിന്ത ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ കൊണ്ട് എല്ലാത്തിനും പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും പറ്റും കേട്ടോ. കാരണം ഞാനും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ഡിസിപ്ലിനുള്ള ഒരാളല്ലായിരുന്നു പണ്ടൊക്കെ. പക്ഷേ പിന്നീട് ഞാനിത് സ്വയം, അതായത് എനിക്ക് മാറണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരാളിന് ഇതൊക്കെ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം, നേടണം. വീട്ടമ്മയാണെന്ന് കരുതി നമ്മളങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങനെ ഇരിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ജീവിക്കാനോ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാനോ ഒന്നും പറ്റില്ല കേട്ടോ.
എല്ലാവരും പറയുന്ന കാര്യമാണ് മക്കളെ നോക്കി ഭർത്താവിനെ നോക്കി എല്ലാവരുടെ കാര്യം നോക്കിയിട്ട് പിന്നെ എപ്പോഴാണ് സമയം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ സമയം നമുക്ക് അധികമായിട്ട് കിടക്കുന്ന പോലെ തോന്നും കേട്ടോ. നമുക്ക് സുഖമായിട്ട് ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങാൻ പോലും നമുക്ക് കുറേ ടൈം നമുക്ക് കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഒരു 6 മണിക്കെങ്കിലും മിനിമം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സമയം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനിടയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചക്കലത്തെ ലഞ്ചിന് ഇന്ന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മുട്ടയും കൂടി ഓംലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ടാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്വാഗാർഡിൻ്റെ അതായത് ഫിൽറ്ററിൻ്റെ ഈ ഒരു സംഭവം കേടായി പോയി. അപ്പോൾ അതൊന്ന് മാറ്റണമായിരുന്നു. അങ്ങനെ നമ്മൾ ഓൺലൈനിൽ അർബനിൽ നിന്ന് ആളിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവരത് ക്ലീൻ ചെയ്ത് തന്നിട്ട് പോയിട്ട് പുതിയ ഒരു ഫിൽറ്ററൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫിൽറ്ററിന് വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ ഈ ഒരു വാട്ടർ ഫിൽറ്റർ മേടിച്ചിട്ട് ഏകദേശം ഒരു 5 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. 2019 എന്തോ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്, ഫുൾ ടച്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ. അതിൽ തന്നെ TDC ലെവലും പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ കെൻറ്റിൻ്റെ കമ്പനിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫിൽറ്റർ മാറ്റാനായിട്ട് കമ്പനിയിൽ വിളിക്കാറില്ല, ഇതുപോലെ ഇങ്ങനെ അർബനിൽ ബുക്ക് ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇരുന്നപ്പോൾ ബോറടിച്ചതുകൊണ്ട് ഞാനിങ്ങനെ ബാലൻസ് ഉള്ള ക്രാഫ്റ്റും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീയും ഈ ഒരു സ്നോമാനും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് സൂര്യ എന്നെ നിർബന്ധിച്ചുകൊണ്ട് ചെയ്തതാണ്. എന്തായാലും ക്രിസ്മസ് അല്ലേ, അപ്പോൾ എന്തായാലും അതിനിടയിൽ നമുക്ക് കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ, ഞാനങ്ങനെ ചെയ്യുന്ന ആളെ അല്ല ക്രാഫ്റ്റുകളൊന്നും. അവളുടെ നിർബന്ധപ്രകാരമാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനും ഇതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.